SFIO കുറ്റപത്രത്തിൽ മുഖ്യമന്ത്രിയുടെ മകളുടെ പേര് ഉൾപ്പെട്ടതിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് കണ്ണൂർ സിവിൽ സ്റ്റേഷനിലേക്ക് യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ നടത്തുന്ന പ്രതിഷേധത്തിലാണ് ജലപീരങ്കി പ്രയോഗം. അർജുൻ കല്യാട് നമുക്കൊപ്പം ഉണ്ട്. അർജുൻ കല്യാട്, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തുരത്താൻ ജലപീരങ്കി എത്തിയിരിക്കുന്നു അല്ലേ? അഴിമതി വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം നടത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം SFIO ഈ കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ പ്രതി ചേർത്തുകൊണ്ട് കുറ്റപത്രം കോടതിയിൽ ഉൾപ്പെടെ നൽകിയിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം കണ്ണൂരിൽ നടന്നത്. സിവിൽ സ്റ്റേഷനിലേക്ക് നടത്തിയിട്ടുള്ള മാർച്ചിലാണ് ഇപ്പോൾ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയും പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതുൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും സംസ്ഥാനത്താകമാനം തന്നെ UDF-ഉം അതുപോലെ തന്നെ കോൺഗ്രസും ഒക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശക്തമായിട്ടുള്ള പ്രതിഷേധവും അതുപോലെ തന്നെ സമരങ്ങളുമൊക്കെ ഏറ്റെടുക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് യൂത്ത് കോൺഗ്രസും ഇത്തരമൊരു സമരം ഏറ്റെടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ പ്രവർത്തകരും പോലീസും തമ്മിൽ പരസ്പരം കയ്യാങ്കളിയും ഒന്നും തള്ളുമൊക്കെ ഉണ്ടാവുന്നത് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. മുതിർന്ന അതായത് യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹൻ ഉൾപ്പെടെ ഈ പ്രവർത്തകരെ അനുനയിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുവെങ്കിൽ കൂടിയും വലിയ ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ ഈ പ്രവർത്തകരുടെ ഭാഗത്തും ഉണ്ടാകുന്നത്. പോലീസിന് നേരെ മുദ്രാവാക്യം വിളിക്കുന്നത് ഉൾപ്പെടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. എന്തായാലും ശക്തമായിട്ടുള്ള ഒരു സമരത്തിന് യൂത്ത് കോൺഗ്രസും ഒക്കെ സംസ്ഥാന തലത്തിൽ തന്നെ നേതൃത്വം കൊടുക്കുന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുൻപ് പല തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടായപ്പോഴെല്ലാം ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങളുമൊക്കെ നടന്നിരുന്നു. എന്നാൽ മാത്യു കുഴൽനാടന് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യഘട്ടത്തിൽ കോടതിയിൽ നിന്നും ഒരു തിരിച്ചടി ഉണ്ടാവുകയും ഇതിനകത്ത് കൃത്യമായ രീതിയിൽ തെളിവുകളില്ല തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം കോടതിയുടെ ഭാഗത്ത് തന്നെ ചോദിക്കുകയും ഒക്കെ ചെയ്തൊരു പശ്ചാത്തലം കൂടിയുണ്ട്. അതിനുശേഷമാണ് SFIO ഇങ്ങനെ ഒരു കുറ്റപത്രം കോടതിയിൽ നൽകുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ അത് വീണ്ടും ഒരു സജീവ ചർച്ചാ വിഷയമായി മാറുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒക്കെ അടുത്തു വരുന്ന ഘട്ടത്തിൽ ഈ വിഷയം വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ ചർച്ചാ വിഷയമായി തന്നെ മാറുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു ചർച്ചാ വിഷയം ചർച്ചയാക്കി മാറ്റുവാൻ വേണ്ടിയിട്ടുള്ള പ്രതിപക്ഷത്തിൻ്റെ കാര്യം അല്ലെങ്കിൽ പ്രതിപക്ഷം അത്തരമൊരു ഉദ്ദേശം പ്രതിപക്ഷത്തിനുണ്ട് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കൾ പോലീസുമായി വാക്കേറ്റമുണ്ടാക്കുന്ന ഉൾപ്പെടെ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ വേണ്ടി കഴിയും. മുതിർന്ന യൂത്ത് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ജില്ലയിലെ നേതാക്കളായിട്ടുള്ള വിജിൽ മോഹൻ ഉൾപ്പെടെ നമുക്ക് പോലീസിനോട് കയർക്കുന്ന ഉൾപ്പെടെ കാണാം. പോലീസ് അനാവശ്യമായിട്ടുള്ള ഇടപെടലാണ് ഈ സമരത്തിൻ്റെ ഭാഗമായിട്ട് സൃഷ്ടിച്ചിരിക്കുന്നത് എന്നുള്ള ആരോപണം കൂടി യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കൾ ഉന്നയിക്കുന്നുണ്ട്. പോലീസ് പ്രവർത്തകരെ അനുനയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നുവെങ്കിൽ കൂടി അതിനൊന്നും കൂട്ടാക്കാതെ പ്രവർത്തകർ ഇപ്പോഴും പോലീസിന് നേരെ തന്നെ കയ്യാങ്കളിയും മുദ്രാവാക്യം വിളിയും ഒക്കെയായി തുടരുകയാണ്. കുറച്ച് പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലും എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അവിടെ കുത്തിയിരുന്നു കൊണ്ടുള്ള മുദ്രാവാക്യം വിളിയും പ്രതിഷേധത്തിലേക്കുമൊക്കെ കടക്കുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. പോലീസും പ്രവർത്തകരും തമ്മിൽ പരസ്പരം കയ്യാങ്കളിയും ഒരു സംഘർഷവുമൊക്കെ ഉണ്ടാവുകയാണ്. യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ നേതാവായിട്ടുള്ള രാഹുൽ വെച്ചോട്ട് ഉൾപ്പെടെ ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. വലിയ മുദ്രാവാക്യം വിളികളുമായി അവിടെ തന്നെ നിൽക്കുകയാണ്. CMRL വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ എക്സാലോജി കമ്പനിയുമായി നടന്നിട്ടുള്ള ഇടപാടാണ് ഇത്തരമൊരു പ്രതിഷേധത്തിലേക്ക് എത്തിയത്. കഴിഞ്ഞ ദിവസം SFIയുടെ കുറ്റപത്രം കോടതിയിൽ നൽകിയിരുന്നു. ആ കുറ്റപത്രത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ പ്രതിയാക്കുകയും ചെയ്തിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ഒരു പ്രതിഷേധം ഉയർന്നിരിക്കുന്നത്. പോലീസും പ്രവർത്തകരും തമ്മിൽ ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ഈ പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തിട്ടുള്ള വാഹനം ഉൾപ്പെടെ തടഞ്ഞു നിർത്തിക്കൊണ്ടുള്ള അല്ലെങ്കിൽ അതിന് മുന്നിൽ ഉൾപ്പെടെ ഇപ്പോൾ പ്രതിഷേധം നടത്തുന്നത് ഉൾപ്പെടെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ആ വാഹനം തടയാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് പോലീസ് Let's go,
യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു. ഇപ്പോൾ പ്രവർത്തകരെ അവിടെ നിന്ന് കസ്റ്റഡിയിലെടുത്ത് നീക്കാനുള്ള നീക്കത്തിലേക്കാണ് പോകുന്നത്. അർജുൻ കല്യാൺ, കണ്ണൂരാണ്. മുഖ്യമന്ത്രിക്കെതിരെയാണ് പ്രതിഷേധത്തെ പൂർണ്ണമായും തടയാനുള്ള നിർദ്ദേശം പോലീസിന് കിട്ടിയിട്ടുണ്ട് എന്ന് തോന്നുന്നു, അല്ലേ? അർജുൻ കല്യാൺ, പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്ത് നീക്കുകയാണോ? തീർച്ചയായിട്ടും യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്ത് നീക്കുകയാണ്. ഇപ്പോൾ ഈ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ ഉപാധ്യക്ഷനായിട്ടുള്ള ഫർസിൻ മജീദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് അകത്തേക്ക് കയറ്റിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിക്കെതിരെ വിമാനത്തിലുൾപ്പെടെ പ്രതിഷേധം നടത്തിയിട്ടുള്ള നേതാവ് കൂടിയാണ് ഫർസിൻ മജീദ്. ഫർസിൻ മജീദിനെ ഇപ്പോൾ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി കൂടി പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. നിരവധിയായിട്ടുള്ള പ്രവർത്തകരെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് ഈ പോലീസ് വാഹനത്തിനകത്തേക്ക്, ഈ വാനിനകത്തേക്ക് കയറ്റുകയാണ്. നേരത്തെ 2 തവണ ജലപീരങ്കി പോലീസ് പ്രയോഗിച്ചിരുന്നു. അതിനുശേഷമാണ് പോലീസും പ്രവർത്തകരും തമ്മിൽ ഒരു കയ്യാങ്കളിയിലേക്കും സംഘർഷത്തിലേക്കുമൊക്കെ എത്തിയത്. ഇപ്പോൾ കൂടുതൽ പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വാഹനത്തിനകത്തേക്ക് മാറ്റുകയാണ്. എന്തായാലും വലിയ പ്രതിഷേധമാണ് മുഖ്യമന്ത്രിയുടെ ജില്ലയിൽ നിന്ന് തന്നെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഉയരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധവും കൂടുതൽ ശക്തമായിട്ടുള്ള സമരവുമൊക്കെ യൂത്ത് കോൺഗ്രസും ഒക്കെ ആഹ്വാനം ചെയ്തിട്ടുള്ളതുമാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗമായി കണ്ണൂർ കളക്ടറേറ്റിലേക്ക് നടന്നിട്ടുള്ള മാർച്ചിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷം ഉണ്ടാവുന്നത്. മുഖ്യമന്ത്രി രാജിവെക്കണമെന്നുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ ഇങ്ങനെ ഒരു മാർച്ച് സംഘടിപ്പിച്ചത്. ആ മാർച്ചിലാണ് ഇപ്പോൾ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ വിജിൽ മോഹൻ, ജില്ലാ ഉപാധ്യക്ഷൻ ഫർസിൻ മജീദ് തുടങ്ങിയിട്ടുള്ള നേതാക്കളെല്ലാം തന്നെ ഈ മാർച്ചിന്റെ ഭാഗമായി പങ്കെടുക്കുന്നുണ്ട്. ഫർസിൻ മജീദിനെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. നിരവധി പ്രവർത്തകരെ കസ്റ്റഡിയിലെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഈ പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തിട്ടുള്ള വാഹനം കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ പോലീസും പ്രവർത്തകരും തമ്മിലൊരു തർക്കമുണ്ടായിരിക്കുന്ന. ആ വാഹനം ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ വേണ്ടി കഴിയില്ല. അനാവശ്യമായിട്ടുള്ള ഇടപെടൽ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നു. അങ്ങനെ പ്രവർത്തകരെ അനാവശ്യമായി കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകാനുള്ള പോലീസിന്റെ നീക്കത്തെ എന്ത് വില കൊടുത്തും പ്രതിരോധിക്കുമെന്നുള്ള ഒരു കാര്യമാണ് ഈ പ്രവർത്തകന്മാർ പറയുന്നത്. നമുക്ക് കൂടുതൽ പ്രവർത്തകരെ ഇപ്പോൾ ഈ അറസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ കസ്റ്റഡിയിലെടുത്ത് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. പ്രതിഷേധക്കാരെ അവിടെ നിന്ന് നീക്കാൻ നോക്കുകയാണ് പോലീസ്. ഇപ്പോൾ ബലപ്രയോഗം വേണ്ടിവരുന്നുണ്ട്. പോലീസുമായുള്ള കയ്യാങ്കളി, നേരത്തെ ജലപീരങ്കി പ്രയോഗിച്ചിരുന്നു. കൂടുതൽ പേർ അവിടേക്ക് എത്തുകയാണോ? യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം കണ്ണൂരിൽ നിന്ന് മറ്റിടങ്ങളിലും നടത്താൻ അവർ പദ്ധതിയിടുന്നുണ്ടോ അർജുൻ? തീർച്ചയായിട്ടും ഈ വിഷയം വലിയ രീതിയിൽ ഒരു രാഷ്ട്രീയ വിഷയമായി തന്നെ ഉയർത്തുക എന്നുള്ളത് തന്നെയാണ് പ്രതിപക്ഷവും UDF-ഉം കോൺഗ്രസും എല്ലാം ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ആ വാഹനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴിയൊരുക്കുകയാണ് മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ ചെയ്യുന്നത്. എന്നാൽ പ്രവർത്തകർ ആരും തന്നെ അവിടെ നിന്നും പിരിഞ്ഞു പോകാൻ വേണ്ടി കൂട്ടാക്കുന്നില്ല. അവരെല്ലാം തന്നെ അതിന് അടുത്ത് തന്നെ നിലയുറപ്പിക്കുകയാണ്. വാഹനം ഇപ്പോൾ കടന്നുപോയിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായി ഈ വിഷയം ഒരു രാഷ്ട്രീയ ചർച്ചാ വിഷയമായി തന്നെ ഉയർത്തുക എന്നുള്ളത് യൂത്ത് കോൺഗ്രസും ഒക്കെ സ്വീകരിച്ചിരിക്കുന്ന ഒരു പൊതുനിലപാടാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രതിഷേധം അതിശക്തമായ രീതിയിൽ തന്നെ കണ്ണൂരിൽ നടക്കുകയും ചെയ്യുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വരും ദിവസങ്ങളിൽ സംസ്ഥാന തലത്തിലും സെക്രട്ടേറിയറ്റിലേക്കുമൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ വിഷയവുമായി ഉയർത്താൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിന്റെ ആദ്യ ഒരു പ്രതിഷേധം എന്ന രീതിയിലാണ് ഇപ്പോൾ കണ്ണൂരിൽ ഇങ്ങനെ ഒരു പ്രതിഷേധം നടക്കുന്നത്. കണ്ണൂരിൽ ഇങ്ങനെ ഒരു പ്രതിഷേധം നടക്കുമ്പോൾ അതിന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. കാരണം മുഖ്യമന്ത്രിയുടെ സ്വന്തം ജില്ലയാണ്. കണ്ണൂരിൽ അത്തരത്തിലൊരു പ്രതിഷേധം യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടക്കുമ്പോൾ സ്വാഭാവികമായും അതിനകത്ത് ഒരുപാട് രാഷ്ട്രീയ മാനങ്ങളും നമ്മൾ കാണേണ്ടതുണ്ട്. മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായി വിമാനത്തിലുൾപ്പെടെ പ്രതിഷേധം നടത്തിയിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ ഉൾപ്പെടെ നേതാക്കളുള്ള ഒരു ജില്ല കൂടിയാണ്. ആ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ ഉപാധ്യക്ഷൻ മുഖ്യമന്ത്രിക്കെതിരെ ഈ വിമാനത്തിലുൾപ്പെടെ കരിങ്കൊടി കാണിച്ചിട്ടുള്ള നേതാവ് ഉൾപ്പെടെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അത്രയും രൂക്ഷമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ പലപ്പോഴും ഉണ്ടാകുന്ന ഒരു ജില്ല കൂടിയാണ് കണ്ണൂർ. അപ്പോൾ ആ അർത്ഥത്തിൽ കണ്ണൂരിലെ ഈ പ്രതിഷേധത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഇപ്പോൾ പ്രവർത്തകർ മുദ്രാവാക്യം വിളികളുമായി റോഡിലൂടെ പ്രതിഷേധവുമായി നടന്നു നീങ്ങുന്നതാണ് നമ്മൾ കാണുന്നത്. ജലപീരങ്കി പ്രയോഗിച്ചുവെങ്കിൽ കൂടിയും പിന്നീട് പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയും ഒക്കെ ഉണ്ടാവുകയും ചെയ്തു. ഇപ്പോൾ നിരവധിയായിട്ടുള്ള പ്രവർത്തകരെ
എട്ടോളം പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ആ എട്ടോളം പ്രവർത്തകരെ ഇപ്പോൾ പോലീസ് ഈ സിവിൽ സ്റ്റേഷന് തൊട്ടടുത്തുള്ള കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. മറ്റു പ്രവർത്തകർ ഇപ്പോൾ മുദ്രാവാക്യം വിളികളുമായി ഇവിടെ നിന്ന് മടങ്ങുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി കഴിയുന്നത്. അത്രയും ശക്തമായ രീതിയിലുള്ള ഒരു പ്രതിഷേധമായിരുന്നു കണ്ണൂർ സിവിൽ സ്റ്റേഷന് മുന്നിൽ ഇന്ന് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. വലിയ രീതിയിലുള്ള ഒരു മാർച്ച് ഇപ്പോൾ കണ്ണൂരിൽ താൽക്കാലികമായി ഈ ഒരു സംഘർഷാവസ്ഥയ്ക്ക് ശമനമുണ്ടായി എന്ന് പറയാൻ വേണ്ടി കഴിയും. പക്ഷേ എങ്കിൽ കൂടിയും ഈ പ്രതിഷേധം വരും ദിവസങ്ങളിലും വിവിധ ഇടങ്ങളിൽ ഒരുപക്ഷെ മുഖ്യമന്ത്രി ഉൾപ്പെടെ കരിങ്കൂടി കാണിക്കുന്ന ഉൾപ്പെടെയുള്ള പ്രതിഷേധങ്ങളിലേക്ക് കടക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എല്ലാ ഇടങ്ങളിലും മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള പ്രതിഷേധം ശക്തമാക്കുക, ആ അർത്ഥത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒക്കെ അടുത്തു വരുന്ന ഘട്ടത്തിൽ ഈ മാസപ്പടി വിവാദം വലിയ രീതിയിലുള്ള ഒരു പ്രചരണായുധമാക്കി മാറ്റുക എന്നുള്ളത് തന്നെയാണ് പ്രതിപക്ഷം ഉദ്ദേശിക്കുന്നത്. അതിന്റെ ആദ്യ ഒരു പ്രതിഷേധമായി തന്നെ കണ്ണൂരിലെ ഈ പ്രതിഷേധത്തെ കാണേണ്ടി വരും. യൂത്ത് കോൺഗ്രസ് കഴിഞ്ഞ കുറച്ചു നാളുകളായി മറ്റ് വിഷയങ്ങളിൽ വലിയ പ്രതിഷേധങ്ങളൊന്നും നമ്മൾ കണ്ടില്ല. എന്നാൽ ഇപ്പോൾ ഈ മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ കൂടി പ്രതി ചേർത്തുകൊണ്ട് ആ കേസിൽ വീണ പ്രതിയായതോടുകൂടിയാണ് ഇത്തരമൊരു പ്രതിഷേധത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് കടക്കുന്നത്. ഈ CMRL-ന് എക്സാലോജി കമ്പനി നൽകിയിട്ടുള്ള സേവനം എന്താണ് എന്ന് വിശദീകരിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ സേവനം നൽകാത്ത ഒരു പണമാണ് നൽകിയത്, അത് കൃത്യമായ രീതിയിൽ അഴിമതിയാണ് എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ് ആരോപിക്കുന്നത്. അങ്ങനെ അഴിമതി നടത്തിയിട്ടുള്ള മുഖ്യമന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ അഴിവോട് നടന്നിട്ടുള്ള ഒരു കച്ചവടം, അതിൻ്റെ ഭാഗമായി മുഖ്യമന്ത്രി രാജിവെക്കണം എന്നുള്ളതാണ് ഈ സമരത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. 2 തവണയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. അതിനുശേഷം പ്രവർത്തകരും പോലീസും തമ്മിൽ ഒരു കയ്യാങ്കളി ഉണ്ടായി. പോലീസുകാർക്ക് നേരെ ഒരു കയ്യേറ്റ ശ്രമം ഉൾപ്പെടെ അല്ലെങ്കിൽ പോലീസും പ്രവർത്തകരും തമ്മിലൊരു സംഘർഷാവസ്ഥ തന്നെ കണ്ണൂർ സിവിൽ സ്റ്റേഷനിലും ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് 8ഓളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് നീക്കിയത്. ആ ഘട്ടത്തിൽ കസ്റ്റഡിയിലെടുത്ത് വാനിനകത്തേക്ക് കയറ്റിയെങ്കിലും ആ വാന് ഇവിടെ നിന്നും ഈ പ്രതിഷേധം നടക്കുന്ന കലക്ട്രേറ്റിന് മുന്നിൽ നിന്നും കൊണ്ടുപോകാൻ വേണ്ടി അനുവദിക്കില്ല എന്നുള്ളൊരു നിലപാട് പോലീസ് സ്വീകരിക്കുകയും ഈ പ്രവർത്തകർ സ്വീകരിച്ചു. പക്ഷേ പോലീസ് വീണ്ടും ഈ പ്രവർത്തകരെ അവിടെ നിന്ന് മാറ്റാൻ ശ്രമിച്ചതോടുകൂടി വീണ്ടും അതൊരു കയ്യാങ്കളി. അർജുൻ കല്യാണാണ് വിവരങ്ങൾ നൽകിയത്. കണ്ണൂർ സിവിൽ സ്റ്റേഷനിലേക്കാണ് മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തിയത്. പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് നീക്കി.